കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BCA സ്റ്റുഡൻസിൻ്റെ TOC എന്നുള്ള പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് 60 മാർക്കിലാണ്. ഫസ്റ്റ് മൊഡ്യൂൾ ഒഴിച്ച് ബാക്കി എല്ലാതും ഒരു മാത്സ് പേപ്പറായിട്ടാണ് വരുന്നത്. കുറച്ച് മാത്സ് റിലേറ്റഡ് കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഒരു ബേസിക് സ്റ്റുഡൻറ്റിന് പാസ്സാവാൻ വേണ്ടിയിട്ട് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ. 60 മാർക്കിനാണ് പേപ്പർ വരുന്നത്. അതിൽ 10 മാർക്കിലേറെ ഈ ഒരു മൊഡ്യൂൾ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഒരു 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ട് മാത്രമായിരിക്കും. നെക്സ്റ്റ് വീഡിയോസിൽ ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ഇതിൽ നോക്കുന്ന സമയത്ത് 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ സെക്ഷൻ എയിലും സെക്ഷൻ ബിയിലും മാത്രമേ ഈ ഒരു മൊഡ്യൂളിനെ കുറിച്ച് പറയുന്നുള്ളൂ. സെക്ഷൻ സിയിലേക്ക് ഈ ഒരു മൊഡ്യൂൾ പോകുന്നില്ല. എന്ന് വെച്ചാൽ 3 അതല്ലെങ്കിൽ 5 മാർക്കിന് മാത്രമേ ഈ ഒരു മൊഡ്യൂൾ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ. അത്രേ വരുന്നുള്ളൂ. സെക്ഷൻ സിയിൽ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഇല്ല. ഫസ്റ്റ് പേപ്പർ നോക്കുകയാണെങ്കിൽ 2020 നവംബറിൽ ചോദിച്ചിട്ടുള്ളത് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ളത് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓൺ സെറ്റ്. സെറ്റാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മൊഡ്യൂളിൽ പറയുന്നത്. സെറ്റ് എന്താണ്, സെറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻസ് എന്താണ്, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓൺ സെറ്റ്. നെക്സ്റ്റ് പറയുന്നത് ഡിഫൈൻ ഓൺ ടു ഫംഗ്ഷൻ വിത്ത് എക്സാമ്പിൾ. സെറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ റിലേഷൻ ഉണ്ടായിരുന്നു. റിലേഷൻ കഴിഞ്ഞിട്ട് ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. ഈ ഫങ്ഷൻസിൻ്റെ സൈഡിൽ നിന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യന് ഓൺ ടു ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഓൺ ടു ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു പോകരുത്. എന്താണ് ഫംഗ്ഷൻ, അതുപോലെ തന്നെ ഓൺ ടു ഫംഗ്ഷൻ എന്താണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫംഗ്ഷനിലാണ് ഈ ഓൺ ടു ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ ബാക്കി വരുന്ന എല്ലാ ഫംഗ്ഷൻസും ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡയഗ്രാഫ്. ഗ്രാഫ് എന്താണെന്നറിയാം. ഗ്രാഫിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ഡൈഗ്രാഫ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ എന്താണ് ഗ്രാഫ് എന്ന് എഴുതണം, എന്താണ് ഡൈഗ്രാഫ് എന്ന് എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് പ്രൂവ് ദ ഫോളോയിങ് തിയറം ബൈ ഇൻഡക്ഷൻ. ഇൻഡക്ഷനും അതുപോലെ തന്നെ കോൺട്രാഡിക്ഷനും 2 പ്രൂഫ് ടെക്നിക്കാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ളത്. കാര്യമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നമ്മൾ ഇൻഡക്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളൂ. കോൺട്രാഡിക്ഷൻ ഇതുവരെ കണ്ടിട്ടില്ല. സോ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് ഈ ഒരു മൊഡ്യൂൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു പ്രൂഫ് ടെക്നിക്ക് എന്തായാലും പഠിച്ചിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ് എക്സ്പ്ലെയിൻ സ്ട്രിങ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ്. സ്ട്രിങ്ങിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഈ മൊഡ്യൂളിൽ സ്റ്റാർട്ടിങ് ഇട്ടിട്ടുണ്ട്. ബാക്കി ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ സെറ്റിനെ കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കാര്യമായിട്ട് സ്ട്രിങ് എന്ന് പറയുന്നത് നമുക്ക് ബാക്കിയുള്ള 4 മൊഡ്യൂളിലേക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. സോ ഇവിടെ ബേസിക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് വന്ന ക്വസ്റ്റ്യാണ് സ്ട്രിങ് എന്താണ്, ദെയർ പ്രോപ്പർട്ടീസും. ഇനി നെക്സ്റ്റ് സെക്ഷൻ ബിയിലേക്ക് പോവുകയാണെങ്കിൽ prove that the number of leaves in a binary t is n+1/2 where the n is the number of vertices. ബൈനറി ട്രീ നമ്മൾ പഠിച്ച സമയത്ത് ട്രീ എന്താണ് പഠിച്ചിട്ടുണ്ട്, ഗ്രാഫ് എന്താണ് പഠിച്ചിട്ടുണ്ട്, ട്രീൻ്റെ ടൈപ്സ് പഠിച്ചിട്ടുണ്ട്. ടീൻ്റെ ടൈപ്സ് പറയുന്ന സമയത്ത് നമ്മൾ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് നോക്കേണ്ട ഒരു ഏരിയയാണ് ബൈനറി ട്രീ എന്താണെന്ന്. കാരണം ഈ ഒരു ബൈനറി ട്രീൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലായിട്ട് കാണലുണ്ട്. സോ ഇത് പ്രൂവ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോസിൽ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇനി നമ്മൾ 2020 നവംബറിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള എ സെക്ഷനിൽ എന്ന് വെച്ചാൽ 3 മാർക്കിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ റിലേഷൻ ആൻഡ് വാട്ട് ആർ ഇസ് പ്രോപ്പർട്ടീസ്. റിലേഷൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൻ്റെ പ്രോപ്പർട്ടീസും എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഓൺ ടു ഫംഗ്ഷൻ. ഓൺ ടു ഫംഗ്ഷൻ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു തോന്നുന്നു. അപ്പോൾ ഫംഗ്ഷൻ എന്താണ് എഴുതണം, ഓൺ ടു ഫംഗ്ഷൻ എന്താണ് എഴുതണം വിത്ത് എക്സാമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ഡൈഗ്രാഫ്. ഗ്രാഫ് എന്താണെന്ന് എഴുതണം. ദെൻ ഡൈഗ്രാഫ് എന്താണ് വിത്ത് എക്സാമ്പിൾ എഴുതി വെക്കണം. പിന്നെ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് റിലേഷൻ. ഇവിടെ തന്നെ ചോദിച്ചിട്ടുണ്ട് എന്താണ് റിലേഷൻ എന്ന്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, റിലേഷൻ എന്താണ് എഴുതണം, അതുപോലെ തന്നെ റിലേഷൻ ഒരു എക്സാമ്പിൾ എഴുതണം. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് റിലേഷൻസ് ഓരോന്നും എക്സാമ്പിൾ വെച്ചിട്ട് എഴുതണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫൈൻ 5 പോസ്റ്റ്ലേറ്റ്സ് ഓൺ ബൈനറി ഓപ്പറേഷൻ. ബൈനറി ഓപ്പറേഷനിൽ നമ്മൾ ജസ്റ്റ് ഇതുണ്ടായിരുന്നല്ലോ, കുറച്ച് ലോകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാട്ടോ എഴുതേണ്ടത്. ദെൻ എക്സ്പ്ലെയിൻ ട്രീ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ട്രീയും അതുപോലെ തന്നെ ഗ്രാഫും സെയിം ഒരു സ്ഥലത്ത് നമ്മൾ പഠിച്ചതായിരുന്നു.
ട്രീയും ഗ്രാഫും ഒരുമിച്ച് പഠിച്ചിരുന്നു. സോ ട്രീ എന്താണ് എഴുതുക, അതിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതാം. പിന്നെ എക്സ്പ്ലെയിൻ വേരിയസ് വേസ് ഓഫ് ഡിസ്ക്രൈബിങ് എ സെറ്റ്. ഫസ്റ്റ് സെറ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെറ്റ് എന്താണ്, ദെൻ അതിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന 2 ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്, അത് എഴുതാം. പിന്നെ പ്രൂവ് ദാറ്റ് എ ട്രീ വിത്ത് n വെർട്ടിസസ് ഹാസ് n-1 എഡ്ജസ്. ജസ്റ്റ് ഒരു ട്രീ വരയ്ക്കുക, n വെർട്ടിസസ് എടുക്കാം, അതിൻ്റെ എഡ്ജിൻ്റെ എണ്ണം എഴുതുക, അതുപോലെ തന്നെ വെർട്ടിസസിൻ്റെ എണ്ണം എഴുതുക. ദെൻ നമ്മൾ എഴുതുക n അറിയുന്ന വെർട്ടിസസിൻ്റെ എഡ്ജസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് n-1 ആണെന്ന് കാണിക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് 2022 നവംബറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സെയിം ലൈക്ക് സെക്ഷൻ എയിലും സെക്ഷൻ ബിയിലും മാത്രമേ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. എന്ന് വെച്ചാൽ 3 മാർക്കിനും 5 മാർക്കിനും മാത്രമേ വന്നിട്ടുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ ഡിഫൈൻ സർജക്റ്റീവ് ഫംഗ്ഷൻ വിത്ത് എക്സാമ്പിൾ. നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് വന്നപ്പോഴും ഫംഗ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്, അവിടെ ഓൺ ടു ഫംഗ്ഷൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. സോ ഫംഗ്ഷൻ പഠിക്കുക, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് പഠിക്കാം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യന് ഡിഫൈൻ എ ഫംഗ്ഷൻ, എക്സാമ്പിൾ ചോദിച്ചിട്ടില്ലെങ്കിലും എക്സാമ്പിൾ എഴുതണം. ദെൻ തേർഡ് ക്വസ്റ്റ്യന് പ്രൂവ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ. മുമ്പത്തെ ക്വസ്റ്റ്യനിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൂഫ് ടെക്നിക്ക് 2 നമുക്ക് പഠിക്കാനുള്ളത്, ഇൻഡക്ഷനും അതുപോലെ തന്നെ കോൺട്രാഡിക്ഷനും. ബട്ട് ഇൻഡക്ഷനെ നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളൂ. ഇവിടെ അത് തന്നെ ചോദിച്ചിട്ടുള്ളത്, ഇൻഡക്ഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഗ്രാഫ് എന്താണെന്നും അതുപോലെ തന്നെ ഹൗ എ ഗ്രാഫ് റെപ്രസെൻറ്റ്, എങ്ങനെ ഒരു ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിയും ഇയും വെച്ചിട്ടാണ് ഒരു ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇനി സെക്ഷൻ ബിയിൽ ഇവിടുന്ന് ചോദിച്ചിട്ടുള്ളത് ഡിഫൈൻ എ ട്രീ, പ്രൂവ് ദാറ്റ് ദ നമ്പർ ഓഫ് വെർട്ടിസസ് ഇൻ എ ബൈനറി ട്രീ പറയുന്നത് ഓടാണ്. ഇപ്പോൾ നമ്മൾ ട്രീയും ഗ്രാഫും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുമിച്ച് പഠിക്കുന്ന കാര്യങ്ങളാണ്, കുറച്ച് കണക്ട് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളാണ്. സോ ട്രീനെ കുറിച്ചിട്ടും ഗ്രാഫിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുക. ട്രീനെ നോക്കുന്ന സമയത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ബൈനറി ട്രീ എന്ന് പറയുന്ന കേസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് 2021, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2021 നവംബറിൽ സെക്ഷൻ എന്നും സെക്ഷൻ ബി എന്നുമാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. സെക്ഷൻ എയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് സെറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ വേരിയസ് വേസ് ഓഫ് ഡിസ്ക്രൈബിങ് എ സെറ്റ്. മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. വേരിയസ് വേസ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത് 2 ടൈപ്പാണുള്ളത്. പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ റിലേഷൻ, വാട്ട് ആർ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. റിലേഷനും ഫംഗ്ഷനും കണക്ട് ചെയ്ത് പഠിക്കുന്ന സാധനങ്ങളാണ്. സോ റിലേഷൻ എന്താ പഠിക്കുക, അതിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും പഠിക്കാം. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ഓൺ ടു ഫംഗ്ഷൻ വിത്ത് എക്സാമ്പിൾ. ഓൺ ടു ഫംഗ്ഷൻ എനിക്ക് തോന്നുന്നു 2020 2 പേപ്പറിൽ എങ്ങാണ്ട് ചോദിച്ചിട്ടുണ്ടെന്ന്. ഇത് എഴുതുന്ന സമയത്ത് ഫംഗ്ഷൻ എന്താണെന്ന് എഴുതണം, ദെൻ ഓൺ ടു ഫംഗ്ഷൻ എന്താണ് എഴുതണം വിത്ത് എക്സാമ്പിൾ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോ ദാറ്റ് ഫ്രം FR to R. ഇത് നമ്മൾ ഇതിൻ്റെ ആയിരുന്നു ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്തുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓൺ ടു ഫംഗ്ഷൻ, ഈ ഒരു തന്നിട്ടുള്ളത് ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയാം കേട്ടോ. ദെൻ സെക്ഷൻ ബിയിൽ വരുന്നത് 3 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഷോ ദാറ്റ് എ കണക്റ്റഡ് ഗ്രാഫ് G വിത്ത് n വെർട്ടിസസ് ആൻഡ് n- എഡ്ജസ് n greater than or equal to 3 ഹാസ് അറ്റ്ലീസ്റ്റ് 1 ലീഫ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഫസ്റ്റ് എഴുതേണ്ടത് n എത്രയാണെന്ന് എടുത്ത് എഴുതാം, എഡ്ജ് എത്രയാണെന്ന് എടുത്ത് എഴുതാം, ജസ്റ്റ് ആ ഒരു ഫിഗർ വരയ്ക്കാം, എന്നിട്ട് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ട്രീ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ഇത് നമ്മൾ മുമ്പ് കണ്ട ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് ദ തിയറം ബൈ ഇൻഡക്ഷൻ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡക്ഷൻ വെച്ചിട്ടായിരുന്നു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതെന്ന്. ഇവിടെയും സെയിം ലൈക്ക് അങ്ങനെ തന്നെ വന്നിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എ ട്രീ വിത്ത് n വെർട്ടിസസ് ഹാസ് n-1 എഡ്ജസ് ആണെന്ന്. ഇതാണ് ഇൻഡക്ഷൻ വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഒരു 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ പോയിട്ടുള്ളത്. ഓരോ വർഷത്തെ പാറ്റേൺ എന്ന് പറയുന്നത് ഏകദേശം സെയിമാണ്, ഒരു 70-60% സെയിം ആയിട്ടാണ് പോയിട്ടുണ്ടാവുക. സോ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി ഒരു 10 മാർക്കിലേറെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സെറ്റിൻ്റെ റെപ്രസെൻറ്റേഷന്, സെറ്റ് ടൈപ്സ്,
പിന്നെ റിലേഷൻ പറയുന്നുണ്ട്, റിലേഷൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഫംഗ്ഷൻ്റെ ടൈപ്പും അതുപോലെ ഫംഗ്ഷൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ. ദെൻ ട്രീ, ഗ്രാഫ്, പിന്നെ സ്ട്രിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ട് സ്ട്രിങ്ങിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ടുണ്ട്. ബട്ട് നമ്മൾ ബാക്കിയുള്ള മൊഡ്യൂളിൽ, ബാക്കി ഞാൻ പറഞ്ഞിട്ടില്ല, ബാക്കി 4 മൊഡ്യൂൾസിൽ നമുക്ക് സ്ട്രിങ്ങിനെ കുറിച്ച് വരുന്നുണ്ട്. സോ അത് നമുക്ക് ബാക്കി 4 മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എഴുതാൻ കിട്ടും. സോ ഈ ഒരു മൊഡ്യൂൾ വൃത്തിക്ക് പഠിക്കുക. മാക്സിമം മാർക്ക് 60 മാർക്കിനാണ് പേപ്പർ വരുന്നത്. ഒരു പാസ്സാവേണ്ട ബേസിക് സ്റ്റുഡൻറ്റിന് ഈ ഒരു മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞാൽ 10 മാർക്കിൽ എബോവ് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വ്യൂ ഓഫ് പോയിന്റിൽ വരുന്നത്.